Konnichiwa minasan, വെൽക്കം ബാക്ക് ടു another വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോ സെക്റ്റിൻ്റെ സീസൺ 1ൻ്റെ എപ്പിസോഡ് 17ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഗൈസ്, എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും പനി അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല, ചുമയുണ്ട്. അധിക നേരം സംസാരിക്കാൻ നേരത്ത് പിന്നെ കുറച്ച് നേരത്തേക്ക് നിർത്താൻ പറ്റാത്തത്രയും ചുമയാണ്. അതുകൊണ്ട് ചെറിയ എപ്പിസോഡായിരിക്കും ഇന്നും ചെയ്യാൻ പോകുന്നത്. 2-3 ദിവസത്തേക്ക് അങ്ങനെ ആയിരിക്കും. ഈ പനിയൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് മാറാം. ആ ടൈമിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സൗണ്ടും പഴയ പോലെ എത്തത്തുള്ളൂ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളൊന്ന് കാത്തിരുന്നോ. അത്ര നാൾ എന്തായാലും നമുക്ക് ഇതുപോലെ തന്നെ പോകാം. പിന്നെ കോൺഫറൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ കിണ്ണം കാച്ച എപ്പിസോഡ്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനും പോകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ സെക്ട് ലീഡർ പറയുകയും ചെയ്യും, അല്ല ഇന്നല്ലേ നമ്മുടെ സദേൺ എഡ്ജിലെ ആൾക്കാർ ഇവിടേക്ക് വരുന്നത്? പ്രിപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയോ? യെസ് ലീഡർ, എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അവരെന്തായാലും നമുക്ക് നന്നായിട്ട് തന്നെ സ്വീകരിക്കാൻ സാധിക്കും. അതെന്തായാലും നന്നായി. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കൊടുക്കാനായിട്ട് നല്ല ആഹാരവും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ട്രെയിനിങ് ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി റൂയിനായിരുന്നു. അത് ശരിക്കും നാണക്കേടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഉള്ളത് പറഞ്ഞാൽ ചെങ്മെങ് വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നിടത്ത് ഞാൻ ശരിക്കും നന്നായിട്ട് തന്നെ ഗ്രേറ്റ്ഫുൾ ആണ് അവനോട്. സത്യം പറഞ്ഞാൽ അവൻ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, മൗണ്ട് ഹോസെക്കിൻ്റെ ആ ഒരു ഡിഗ്നിറ്റിനെ തന്നെ അവൻ തിരിച്ചു കൊണ്ടുവന്ന പോലെയാണ്. അല്ല, ചായക്ക് എങ്ങനെ രുചിയുണ്ടോ? ഉള്ളത് പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എന്തോ ഇത്ര നാൾ ഇല്ലാഞ്ഞ പോലെ മറ്റൊരു ടേസ്റ്റ്. എനിക്കറിയാം. പ്ലം ബ്ലോസത്തിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞ് ഡ്രൈ ചെയ്യാൻ നേരത്താണ് അതിൻ്റെ ഡീപ്നെസ്സും അതിൻ്റെ ആക്ച്വൽ ടേസ്റ്റും വരുന്നത്. സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 10 വർഷത്തോളമാണ് ഇത് ഉണക്കുന്നത്, എന്നിട്ടാണ് അത് ഒരു ചായക്ക് മാറ്റുന്നത്. സത്യം പറഞ്ഞാൽ മൗണ്ട് ഹോ സെക്റ്റും ഏകദേശം അങ്ങനെ തന്നെയല്ലേ? എന്ത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കടാ. ഞാൻ ഈ സെക്റ്റ് വെറുതെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ എനിക്കിതിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട് മൗണ്ട് ഹോസെക്കിനെ ആ ഒരു പഴയ ഗ്ലോറിയിലേക്ക് എത്തിക്കണമെന്ന്. പക്ഷേ എന്നെക്കൊണ്ട് നടന്നിട്ടില്ല. ഓരോ ദിവസം എങ്ങനെയോ തള്ളി നിൽക്കുന്ന പോലെയാണ് ഞാൻ മൗണ്ട് ഹോസെക്കിനെ നയിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത്ര നാൾ ഞാൻ നന്നായിട്ട് എൻഡ്യൂർ ചെയ്യുമായിരുന്നു ഈ ഒരു സ്ട്രഗിൾ. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് എല്ലാം ചേഞ്ച് ആകുന്നത് പോലെ. സമയം മാറിയപ്പോൾ ഇനി എന്തായാലും നമ്മുടെ സ്ട്രാറ്റജീസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്യണ്ടേ? ശരിയാണ്. എല്ലാം തന്നെ ചേഞ്ച് ആകാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ സെക് ലീഡറാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹമായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. ഇത്ര നാൾ അതിന് സാധിച്ചില്ല. ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ഇനിയും ഈ ഒരു പാത തന്നെ പിന്തുടരും. മൗണ്ട് ഹോസെക്കിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം കഷ്ടപ്പെടുകയും ചെയ്യും. സത്യം പറയാലോ, താങ്കൾ ശരിക്കും ഒരു റിലയബിൾ ഉള്ള സെക് ലീഡർ തന്നെയാണ്. താങ്കൾ എന്താണ് പറയുന്നത്? മൗണ്ട് ഹോസെക്റ്റി വീണ്ടും ആ പഴയ ഗ്ലോറിയിലേക്ക് എത്തുന്നിടത്ത് താങ്കളും ആ കൂട്ടത്തിൽ തന്നെ കാണും. അല്ല, അത് സംഭവിച്ചാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതൊന്നും എൻ്റെ എഫേർട്സ് അല്ലല്ലോ. നമ്മുടെ ഡിസിപ്ലിൻസ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, താങ്കൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? താങ്കളുടെ എഫേർട്ട് അല്ലെന്ന്? എനിക്കറിയാടാ, എനിക്ക് എവിടെയൊക്കെയാണ് ലാക്ക് ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൗണ്ട് ഹോസെക്കിൻ്റെ ലീഡർ പോലും ആകേണ്ടതല്ലല്ലോ. അവർ, അതായത് എൻ്റെ സീനിയർ ബ്രദേഴ്സ് എല്ലാവരും മൗണ്ട് ഹോസെക്റ്റ് വിട്ടു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ഒരു പുസ്തകങ്ങൾ വായിച്ചിട്ട് ടോയ്സ് ആൻഡ് സ്ക്രിപ്റ്റിൽ തന്നെ ഇരുന്നതെന്നാ. താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? അവർ വിട്ടുപോയതിലെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞത് അവരിവിടുത്തെ ലീഡറാകാൻ ഒട്ടും തന്നെ യോഗ്യത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. താങ്കളാണ് മൗണ്ട് ഹോസെക്കിൻ്റെ യഥാർത്ഥ ലീഡർ. അത് താങ്കൾ ഒരിക്കലും മറക്കണ്ട. സത്യം പറഞ്ഞാൽ അത് അവന് ചെറിയൊരു ആശ്വാസമേറി. അല്ല, നമ്മുടെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസ് അവരെങ്ങനെ ചെയ്യുന്നു? അവർ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റെസ്റ്റ് ചെയ്യുവാണ്. സെക്രട്ടറി, ഉള്ളത് പറയാലോ, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പേടിയോ? എന്തിന്? നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ ആർക്കും തന്നെ സാധാരണ സെക്കൻഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്? അല്ല, ഉള്ളത് പറഞ്ഞാൽ എനിക്ക് അവരെ വിശ്വസിക്കണമെന്നുണ്ട്. പക്ഷേ താങ്കൾക്ക് അറിയാവുന്ന പോലെ ഉം, എനിക്ക് മനസ്സിലായി. അപ്പോൾ തേർഡ് ക്ലാസ് ഡിസിപ്ലിനോ? അല്ല, അത് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേ? അതുമല്ല, ഈ ഒരു കോൺഫറൻസിനകത്ത് അവരും പങ്കെടുക്കുന്നുണ്ട്. സോ അതെങ്ങനെയുണ്ട്? അത് പിന്നെ അവർ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഏയ്, നന്നായിട്ട് ട്രെയിൻ ചെയ്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അവർ ചെയ്യുന്നത്, പക്ഷേ അവർ വന്നിട്ട് കുറേ നാളൊന്നും ആയില്ലല്ലോ. ഓ, അപ്പോൾ നീ അങ്ങനെയാണല്ലേ കാണുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ മുമ്പിൽ ഒരു വലിയൊരു പർവ്വതമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? എന്ത്? പർവ്വതമോ? അല്ല, അത് നിനക്ക് ആ പർവ്വതം കടന്ന് അപ്പുറേ കടക്കണം. സത്യം പറഞ്ഞാൽ നിനക്ക് 2 പാതയുണ്ട്. ഒന്നെങ്കിൽ നിനക്ക് സൈഡിൽ കൂടെ കറങ്ങിപ്പോവാം, അല്ലെങ്കിൽ പതുക്കെ സമയമെടുത്ത് മൗണ്ടൻസിലേക്ക് കയറി നിനക്കവിടെ റെസ്റ്റ് ചെയ്ത് കടക്കാൻ പറ്റും. എന്നാൽ ഈ 2 ഓപ്ഷനും നിനക്കില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ടൈമിൽ അവന് പ്രത്യേകിച്ച് ഉത്തരമില്ലായിരുന്നു. എനിക്കത് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതെ, പക്ഷെ നിനക്ക് അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എക്സ്പീരിയൻസ് ലഭിക്കത്തില്ലേ? അതെ. അപ്പോൾ നിനക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തവണ നീ ഒരു മൗണ്ടൻ്റെ മുമ്പിൽ വരാൻ നേരത്ത് നിനക്ക് കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ലേ? അത് ശരിയാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. മൗണ്ട് ഹോസെക്കിൻ്റെ 17 ഈ ഒരു കോൺഫറൻസ് എന്ന് പറഞ്ഞത് ചെറിയൊരു ഫണ്ടമെൻ്റലാണ്. ഗ്രൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ. ഇവിടെ ജയത്തിനോ തോൽവിക്കോ ഒരു തരത്തിലുള്ള പ്രാധാന്യമില്ല.
നമുക്ക് വേണ്ടത് വാല്യുബിൾ ആയുള്ള എക്സ്പീരിയൻസ് മാത്രമാണ്. സെക്യുലർ, താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഉം. അല്ല, നമ്മുടെ ഗസ്റ്റൊക്കെ നല്ല ദൂരം സഞ്ചരിച്ചാണ് ഇവിടേക്ക് വരുന്നത്. അവർ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടണം. അതെന്തായാലും എൻ്റെ മനസ്സിലുണ്ടാകും. പിന്നെ എൻഷോ മെർച്ചന്റ് ഗിൽഡിലെ സാർ ഹാങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ എന്തായാലും സദൻ എഡ്ജ് സെക്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഉം. ആ, അതിനെപ്പറ്റി നീ വിഷമിക്കണ്ട. കാര്യങ്ങളൊക്കെ മര്യാദക്ക് തന്നെ പൊക്കോളൂ. യെസ് സെറ്റ് ലീഡർ. എങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ നൈസ് അവിടുന്ന് പുറത്ത് കടന്നു. ഇതേ സമയം സെറ്റ് ലീഡർ അവിടെ തന്നെ ഇരുന്നു. അവൻ കുറച്ചു നേരം ഒന്നും തന്നെ മിണ്ടിയില്ല. ജയവും തോൽവിയും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ലെന്ന്. സത്യം പറഞ്ഞാൽ ഒരു ടോയ്സ് ചാട്ട് പോലും ഞാനിവിടെ ചെറിയ കള്ളം പറയുകയാണ്. പണ്ടത്തെ പോലെയല്ല. ഇന്ന് നമുക്ക് ദ 7 പ്ലം ബ്ലോസം സോട്ട് ടെക്നിക്ക് കയ്യിലുണ്ട്. മേ ബി അത് കിട്ടിയിട്ട് നമുക്ക് ആ ഒരു പഴയ ഗ്ലോറിലേക്ക് എത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആ ഒരു പ്ലം ബ്ലോസം സോട്ട് ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മുടെ ഈ ഒരു പ്ലം ബ്ലോസത്തിനെ ബ്ലൂം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആങ്സിസ്റ്റേഴ്സ് നിങ്ങളെല്ലാവരും തന്നെ മൗണ്ട് ഹൊസെക്കിനെ കാത്തോണം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹു ആണ്. അവിടെയായിട്ട് ഒരുത്തൻ മുകളിലേക്ക് നോക്കുന്നുണ്ട്. ആ നോക്കിയത് ആ വലിയ പർവ്വതത്തിന്റെ നേരെയാണ്. എന്നിട്ട് ചോദിക്കുകയും ചെയ്യും, സീനിയർ ബ്രദർ, ശരിക്കും ഈ മൗണ്ട് ഹോസെക്ടി ഒരു ഗ്രേറ്റ് 10 സെക്റ്റിലെ ഒരു പാർട്ടായിരുന്നോ? ആ ചോദിച്ചായിരുന്നു ജോങ് സിയോങ്. അവനൊരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ ആയിരുന്നു സദിൻ എഡ്ജ് സെക്റ്റിലെ. പക്ഷേ അത്രയും വലിയൊരു സ്ഥലമായിട്ട് ഈ വില്ലേജിനാണല്ലോ ഇതിനും കൂടുതൽ പേരുള്ളത്. അല്ലടാ, അത് ശരിക്കും ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഈ ഒരു വില്ലേജ് നിൽക്കാനുള്ള കാര്യം തന്നെ മൗണ്ട് ഹോസെക്ടി ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. മൗണ്ട് ഹോസെക്ടി ഫസ്റ്റിൽ ശരിക്കും പവർഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റിനും ഒരു വില്ലേജ് തന്നെ ഡെവലപ്പ് ചെയ്യപ്പെട്ടു. സോ മൗണ്ട് ഹോസെക്ടി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു വില്ലേജ് ഉള്ളത്. ആ പറഞ്ഞായിരുന്നു ജിൻ ഗ്യോം റോങ്. അവനും സദേൺ എഡ്ജ് സെക്റ്റിന്റെ ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ ആണ്. ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഒരു പൂർണ്ണമായിട്ടും നിലത്ത് തകർന്നില്ലായിരുന്നോ? സത്യം പറഞ്ഞാൽ ഈ ഒരു മീറ്റിംഗിൽ അവർ പങ്കെടുക്കുമെന്നുള്ള ഞാൻ വിചാരിച്ചില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എന്നെ എക്സ്പീരിയൻസ് കിട്ടാനാണ്. എന്തായാലും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അവരങ്ങോട്ട് നിർത്തിപ്പോകുന്നതല്ലേ നല്ലത്. എനിക്കറിയാം, പക്ഷേ നമ്മുടെ സൈഡിൽ എൽഡേഴ്സിന് എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. സോ നീ പറയുന്നത് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ആ, എനിക്കറിയാമെന്ന് പറഞ്ഞ് അവൻ നേരെ മറ്റൊരാളെ നോക്കി. ശരിയാണ്, ഒന്നില്ലെങ്കിലും ആ കിട്ടിയ നാണക്കേടെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അവൻ ശരിക്കും നാണക്കേട് അനുഭവിച്ചതല്ലേ? ആ കണ്ടതായിരുന്നു മറ്റൊരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനുള്ള ലീ സോങ് ബേഗ്. പക്ഷേ അവന് പ്രത്യേകിച്ച് ഇതൊന്നും കേട്ടിട്ട് ഒരു റിയാക്ഷൻ പോലും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവൻ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിപ്പോയി. ഇവൻ ശരിക്കും ബോറിംഗ് ആണ്. ആ സീനിയർ ബ്രദർ, എന്തായാലും ആ നാണക്കേടിനുള്ളത് നമ്മളെല്ലാവരും ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ പോകുക. ബാ, മേളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ മുന്നിലേക്ക് നടന്നു. ഈ സമയത്ത് സോങ് ബേക്ക് അവിടെ തന്നെ നിന്നു. അവൻ നേരെ പതുക്കെ മുകളിലേക്ക് തലയുയർത്തി നോക്കി. ആ ഒരു മൗണ്ട് ഹോസെക്കിന്റെ നേരെ. ഉള്ളത് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെയല്ല ഇപ്പം ഞാൻ ഇവിടേക്ക് വരുന്നത്. കാര്യം ഇവിടേക്ക് വരാനത് അവൻ്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞങ്ങളെല്ലാവരും ഇപ്പം നടന്നു കയറാൻ ചെല്ലുന്നത് ഒരു പുലിയുടെ മടയിലേക്കാണ്. അയ്യോ, ഇത് ശരിക്കും പാടാണ്. ഇനിയും കുറേ കയറാനുണ്ടല്ലേ. ഒന്നുമില്ലെങ്കിൽ ഈ ടോയ്സുമാരൊക്കെ എന്തിനാണ് ഇത്രയും വലിയ ഇത്രയും വലിയ സ്ഥലത്ത് ഈ സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത്? എടാ, അത് നിനക്ക് മനസ്സിലായിട്ടാണ്. ടോയ്സ് എന്ന് പറയുന്നത് ജനറലി ഈ ലോകത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന രീതിയിലാണ്, നേച്ചറുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്ന രീതിയിൽ. സോ നാച്ചുറലി അവർ ബാക്കിയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത വളരെ സമാധാനമുള്ള സ്ഥലമായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതുപോലെ ചൂസ് ചെയ്ത സ്ഥലമാണിത്. പക്ഷേ എന്തിനും മൗണ്ട് ഹോസെക്കിന് എന്തിനാണ് ഇവിടെ? ഒന്നുമില്ലെങ്കിലും അവരുടെ കൂട്ടത്തിലെ പലരും ഇവ ടോസ്റ്റ് പോലും അല്ലല്ലോ. എനിക്കറിയടാ നീ പറഞ്ഞു വരുന്നത് എന്നാന്ന്. അല്ല, വുഡ് ആൻഡ് സ്റ്റെക്കിനെ പറ്റിയാണ് പറഞ്ഞെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. അതും ശരിയാണ്. ഈ ഒരു സ്ഥലം എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മുകളിൽ ചെല്ലാൻ നേരത്ത് ആകപ്പാടെ കിട്ടുന്ന കുറച്ച് വെജിറ്റബിൾ സൂപ്പാണ്. പിന്നെ ഉറങ്ങാനായിട്ട് മരക്ക് സ്ഥലം പോലും കാണത്തില്ല. സത്യമാണ്, ഇതൊട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. അടുത്ത പ്രാവശ്യം ഒന്നും ഇത് നിർത്തിയാൽ മതിയായിരുന്നു. ബെഗർ സെറ്റിന് വരെ ഇതിനെക്കെട്ട് നന്നായിട്ട് നമ്മളെ വിരുന്ന് വിളിക്കാൻ പറ്റും. ഇതൊട്ടും തന്നെ ശരിയാണ് സീനിയർ ബ്രദർ. നമ്മൾ ബാക്കിയുള്ളവരോട് പറഞ്ഞ് ഈ കോൺഫറൻസ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതല്ല നല്ലത്. സത്യം പറഞ്ഞാൽ ഇനി ഇവിടെ വന്നിട്ട് എന്ത് കാട്ടാനാണ്? എടാ, എനിക്കറിയാം നിങ്ങളെല്ലാവരും ശരിക്കും അൺഹാപ്പി ആണെന്ന്. പക്ഷേ നമ്മുടെ ഹയർ അപ്സ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിവിടേക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ അവരെന്തിനാണ് ഇവിടുത്തെ മാർഷൽ ആർട്ടിന് ഇത്രയും ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്നത്? മേ ബി അവർക്ക് വല്ല ഹിഡൻ ആയുള്ള പവർ കാണുമായിരിക്കും. ഹിഡൻ ആയുള്ള പവറാ? അതെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ യൂസ് ചെയ്തെന്ന്. ഒന്നുമില്ലെങ്കിലും ഈ 100 വർഷമായിട്ട് ഈ താഴെക്കെട്ടി കിടക്കുന്ന അവരുടെ എന്ത് ഹിഡൻ പവർ കാരണമാണ് അവർക്ക് മാർഷൽ ആർട്സ് ഒന്നും തന്നെ അറിഞ്ഞൂടാ. അവരുടെ മാർഷൽ ആർട്സ് എല്ലാം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയൊന്നും അവർക്ക് ചെയ്യാനുമില്ല. സോ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? ശരിയാണ്, അവൻ പറഞ്ഞത് ശരിയാണ്. 100 വർഷമായില്ലേ, ഇനി അവരെന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് സോങ് ബെക്ക് പറയുന്നത്, നിങ്ങളാരും തന്നെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സോങ് ബെക്കാണ്. ചെറിയൊരു തെറ്റ് മതി നിങ്ങളെല്ലാവരും നാണം കെടാനായിട്ട്. എല്ലാവരും അവിടെ സ്റ്റക്കായിപ്പോയി. അതുകൊള്ളാം, നീ ആരോട് സംസാരിക്കുന്നത്? നിന്നോട് തന്നെയാണോ? സീനിയർ ബ്രദർ, അവൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന്.
ഉള്ളത് പറഞ്ഞ നീ കാരണമുണ്ടായ നാണക്കേടിനാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഗാർഡ് ആരും ലെറ്റ് ഡൗൺ ചെയ്യില്ലെന്ന് മാത്രമാണ്. ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റാനാണ്? ഇത് മൗണ്ട് ഹോസെക്റ്റ് ആണ്. നിനക്കതറിഞ്ഞൂടെ? ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാനില്ല. ഹാ, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൽ ഖേദിക്കും. അവൻ പറഞ്ഞതിലും തെറ്റൊന്നുമില്ല. പെട്ടെന്നാണ് അത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയത്. അവിടേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അവൻ ശരിക്കും മൂർച്ചയേറിയ കണ്ണുകളായിരുന്നു. അവൻ വന്നപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറയും ചെയ്യും, എല്ലാവരും സമാധാനപ്പെട്ടോളൂ. ആ കാണുന്നതായിരുന്നു സിമ സിയോങ്. അദ്ദേഹം നമ്മുടെ സദേൺ എഡ്ജ് സെക്റ്റിലെ ഒരു എൽഡറാണ്. നിങ്ങളാരും തന്നെ എൻഷോ മെർച്ചന്റ് ഗിൽഡിൽ വെച്ച് സംഭവിച്ചതെന്താന്ന് മറന്നിട്ടില്ലല്ലോ? ഇല്ല, മറന്നിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ നാണം കെടാൻ പാടില്ല. സത്യം പറഞ്ഞാൽ നമുക്കുണ്ടായ ആ ഒരു അനുഭവം ഒരു പാഠമായിരിക്കണം. എന്നാൽ നമ്മുടെ സെക്യൂരിറ്ററിന് ഒരിക്കലും അത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. നമ്മൾ അനുഭവിച്ച നാണക്കേട് അതിവിടെ വെച്ച് നമ്മൾ തിരുത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെയുള്ള എല്ലാവരെയും നിസ്സാരമായി തന്നെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യണം. ഒരാളെ പോലും നമ്മൾ ബാക്കി വെക്കാൻ പാടില്ല. എല്ലാവരും തന്നെ ഡിഫീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, ഒരു സെക്കൻഡ് പോലും നിങ്ങളാരും തന്നെ നിങ്ങളുടെ ഗാൾ ലെറ്റ് ഡൗൺ ചെയ്തിട്ട് പാടില്ല. അങ്ങനെ നിങ്ങൾ ലെറ്റ് ഡൗൺ ചെയ്ത് നാണം കെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരാളെപ്പോലും ഞാൻ പൊറുക്കത്തുമില്ല. സോങ് ബേക്കിന് മാത്രമാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഇതൊരു ബാറ്റിൽ ഫീൽഡാന്നുള്ള കാര്യം അറിയാമല്ലോ. ഇവിടെ റിഗ്രറ്റ്സ് പാടില്ല. നമുക്ക് മുന്നിലേക്ക് നടക്കാം. ഒരു സിംഹം ഒരു മുയലിനെ വേട്ടയാടാൻ നേരത്തും അതിൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യും. നിങ്ങളും അതുപോലെയായിരിക്കണമെന്നും പറഞ്ഞ് അവർ നേരെ മുന്നിലേക്ക് നടന്നു. സോ അത് മനസ്സിൽ വെച്ചേക്കണം. യെസ് എൽഡർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ആ മല കയറാൻ തുടങ്ങി. കുറെ നേരത്തിന് ശേഷം അവർ ഏകദേശം ടോപ്പിലേക്ക് എത്താറായി. നന്നായിട്ട് ക്ഷീണിച്ചു. ഏകദേശം അതിൻ്റെ ഫ്രണ്ട് വരെ എത്തുകയും ചെയ്തു. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിയത്. അല്ല, ഈ ഗേറ്റൊക്കെ നല്ല കണ്ടീഷനിലാണല്ലോ. ശരിയാണ്, ഞാൻ കേട്ടിരുന്നു എൻഷോ മെർച്ചന്റ് ഗിൽഡ് ഇവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്നാലും ഇത് പെട്ടെന്നായിപ്പോയില്ലേ? അവർ ഈ ചെറിയ സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്തോ? അത് ഇമ്പോസിബിൾ ആണ്. ഹ്, കണ്ടിട്ട് കിട്ടിയ കുറച്ച് പൈസ കൊണ്ട് ആ ഒരു ഫ്രണ്ട് ഗേറ്റൊക്കെ റെഡിയാക്കിയെന്ന് തോന്നുന്നല്ലോ. കൊള്ളാം, നമുക്കെന്തായാലും അകത്തേക്ക് കയറാന്ന് പറഞ്ഞ് അവൻ അതായത് സിമ നേരെ മുന്നിലേക്ക് നടന്നു വന്നു. പിന്നെ ആരും തന്നെ വിഷമിക്കൊന്നും വേണ്ട. ഒരു ഗേറ്റ് റീബിൽഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു തരത്തിലെ വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എല്ലാവരും കംപ്ലീറ്റ് യൂസ്ലെസ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് മുമ്പിലുണ്ടായിരുന്ന ആ ഗേറ്റ് പതുക്കെ തുറന്നത്. അവരെയും കത്ത് അവിടെ ഒരാൾ നിപ്പോണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി തുറന്നതിന് ശേഷം അവനെ കൈ കൂട്ടി പിടിച്ചിട്ട് പറയുകയും ചെയ്യും, എൽഡർ സിമ വെൽക്കം. നിങ്ങൾ ദൂരെ യാത്ര കഴിഞ്ഞാണ് വന്നതെന്ന് എനിക്കറിയാം. എൻ്റെ പേര് ഹ്യുൻ സാങ്. ഞാൻ മൗണ്ട് ഹോസെക്കിൻ്റെ ഒരു എൽഡറാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. താങ്കൾ എന്നെ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, സെക് ലീഡർ ഇവിടേക്ക് വന്നില്ലേ? ഇല്ല, അദ്ദേഹം അകത്ത് തന്നെയാണ്. അത് കൊള്ളാം. സെക് ലീഡറിനെ പോലും ഞങ്ങളെ വന്ന് മര്യാദക്ക് വിളിക്കാൻ പാടില്ലേ? ഇവൻ എത്ര ധൈര്യം കൊണ്ടാണ് സെക് ലീഡറിനെ പറ്റി അങ്ങനെ? ഇവൻ ഹാ, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കണക്കാണ്. എന്നോട് ക്ഷമിക്കണം. താങ്കൾ നേരെ അവിടേക്ക് വരൂ. നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ബാങ്കറ്റ് തന്നെയാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. ഏ, ബാങ്കറ്റോ? അതുകൊള്ളാം. മൗണ്ട് ഹോസെക്റ്റ് സദേൺ എഡ്ജ് സെക്റ്റിന് വേണ്ടി ഒരു ബാങ്കറ്റ് വെച്ചെന്നോ? അതെ. എങ്കിൽ വഴി കാട്ടൂ, ഞാൻ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് ആ നേരെ മുന്നിലേക്ക് നടന്നു. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ സെക് ലീഡറിനെ എനിക്കൊന്ന് കാണണം. അല്ല, ഇവർക്ക് എന്തുമാത്രം പൈസ ലഭിച്ചിട്ടുണ്ടാകും? ഒബ്വിയസ് ആയിട്ട് വളരെ കുറച്ച് കിട്ടി കാണത്തുള്ളൂ. ആ ഒരു ഫ്രണ്ട് ഗേറ്റ് മാത്രമായിരിക്കണം അവർ റെഡിയാക്കിയിട്ടുള്ളത്. ആൻഡ് ഈ സ്ഥലത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞ് ആ നേരെ നിലത്തേക്ക് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം, നിലത്ത് ട്രെയിനിങ് ഗ്രൗണ്ട് അവിടെ സെറ്റായിട്ടാണ് കിടന്നത്. അവൻ പെട്ടെന്നാണ് മറ്റൊരു സൈഡിലേക്ക് നോക്കിയത്. അവിടെ നോക്കിയപ്പോൾ ബിൽഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബെറ്ററായിട്ട് തന്നെ നിൽക്കുന്നു. ആ സ്ഥലം തന്നെ കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്ത പോലെ. അല്ല, എന്ത് പറ്റി? ഇവിടെ ചെറിയ മാറ്റങ്ങളുണ്ടല്ലോ. മൗണ്ട് ഹോസെക്റ്റിന് അത്രത്തോളം പൈസ കിട്ടിയോ? അതോ ഇനി മൗണ്ട് ഹോസെക്റ്റ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മോഷ്ടിച്ചോ? മോഷ്ടിച്ചെന്നോ? എന്ത്? താങ്കൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഞങ്ങളെ കള്ളന്മാരെന്നാണ് താങ്കൾ വിളിച്ചു വരുന്നത്. അതൊട്ടും തന്നെ നായിൻ്റെ മക്കള് പോയി ചത്ത് തൊലയടാ. ആ പറഞ്ഞത് ചങ്മ്യങ്ങായിരുന്നു. അവനെ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പിലിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു സൈലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്ത്? നീ നീ ഇപ്പൊ എന്തുവാടാ എന്നെ നോക്കി പറഞ്ഞത്? ഓ, അതോ? പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെയാട്ടെ നമ്മുടെ ചെക്കൻ നടന്നുകൊണ്ടായിരുന്നു. നീയൊക്കെ ഓടുന്നതിന് വരെ റെസ്റ്റ് എടുക്കുവാണെന്ന് ചോദിച്ചപ്പോൾ അവൻ സൈഡിലേക്ക് നോക്കിയപ്പോഴോ പെട്ടെന്ന് എൻ്റെ കാലിട്ട് ഒരു അടി വെച്ച് കൊടുത്ത്. മിണ്ടാതെ ഓടാൻ നോക്കണമെന്ന് പറഞ്ഞ് അവന് നിലത്തിട്ട് ചവിട്ടി. ഞാനൊന്നും ചെയ്തില്ലല്ലോ, എന്നെ എന്തിനാണ് വെറുതെ? ഞാനേ ഇവിടെ പറഞ്ഞതാ. എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞത് അവിടം വരെ കേട്ടല്ലേ. ക്ഷമിക്ക്. ഈ കൊച്ചൂരിപ്പന്നെ നേരെ കളിയാക്കുവാണോ? ഇയാളുടെ
സമാധാനപ്പെട്ടോളൂ. ഒരു കൊച്ചുകുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമുക്കിവിടെ ഒന്നും തന്നെ ലഭിക്കാനില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുന്നിലേക്ക് നടന്നു. നിന്റെ പേരെന്താണ്? എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആര്? എന്റെയോ? അല്ല, ഞാൻ പറഞ്ഞാലും ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാകുമോ? ഹോ, മേ ബി ചിലപ്പോൾ അറിഞ്ഞേക്കും. നിന്റെ പേരെന്തുവാണെന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? പിന്നെ തീർച്ചയായും വലിയ പാടുള്ള പേരൊന്നുമല്ല. എൻ്റെ പേരാണ് ചങ്മ്യങ്. ചങ്മ്യങ്. ഓ, അപ്പൊ ഇവൻ കാരണമാണ് ഞങ്ങളുടെ സൗതേൺ ഡിസ്ട്രിക്റ്റിന്റെ റെപ്യൂട്ടേഷൻ അവിടെ വെച്ച് നഷ്ടപ്പെട്ടതല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഇവൻ ശരിക്കും ചെറുപ്പമാണല്ലോ. അപ്പോൾ ഇവൻ എങ്ങനെയാണ് ഈ ഷാങ്സിലെ ആ ഒരു ബിസിനസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചത്? ഇതൊട്ടും തന്നെ. അപ്പോൾ യങ് ടോയിസ്റ്റുള്ള ചങ്മ്യങ്, താങ്കൾക്ക് അറിഞ്ഞൂടെ നിനക്ക് മാനേഴ്സ് ഒന്നും ഇല്ലെന്ന്? എന്ത്? എന്താണ് നീ പറഞ്ഞത്? നീയേ കുറച്ച് ദൂരത്തായോണ്ടേ എനിക്ക് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എന്നാ പറഞ്ഞത്? കുറച്ച് അടുത്ത് വന്നിട്ട് പറ. എന്ത്? ആ, കേൾക്കാൻ പറ്റുന്നില്ലടാ. കുറച്ച് അടുത്ത് വന്നിട്ട് പറ. കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഇതെല്ലാം കൂടെ കേൾക്കാൻ നേരത്ത് അവനങ്ങട്ട് ദേഷ്യം വന്നു. ഈ നായ ഇവൻ്റെ ഇത്ര ധൈര്യം കൊണ്ടിട്ടാണ് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോങ് ബെക്കിൻ്റെ ഒരു അടി കൊണ്ട് ചോര ശർച്ച് വീണവന് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് ഇവൻ ഈ ഒരു ആക്ടിലൂടെ എൻ്റെ നേരിടുന്നത്. നീ തേർഡ് ക്ലാസ് ഡിസിപ്ലിനിലെ ഒരാളല്ലേ? ആ, അതിന് അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സീനിയറാണ്. അപ്പം പിന്നെ ഞാൻ നിന്നെ കമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് ഈ ചെറിയ മാനേഴ്സ് പോലും എന്താന്ന് അറിഞ്ഞൂടെ? ഓ, അങ്ങനെയാണല്ലേ. ശരിയാ ശരിയാ. ആ പറഞ്ഞത് ശരിയാ. താങ്കൾ പറഞ്ഞപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. എങ്കിൽ പിന്നെ നീയൊക്കെ ഞങ്ങളുടെ സെക് ലീഡറിനെ ഞങ്ങളുടെ സെക്റ്റിനെ പറ്റി പലതും പറഞ്ഞിട്ട് അത് കേട്ടോണ്ടിരിക്കുന്ന ഞാൻ നിന്നെയൊക്കെ നോക്കി മിണ്ടാതിരിക്കണമെന്നാണ് നീ പറഞ്ഞു വരുന്നത്? പെട്ടെന്ന് അവൻ ഞെട്ടി. അങ്ങനെയാണെങ്കിൽ പറ, ഞാൻ മിണ്ടാതിരിക്കാം. നാശം, ഞാൻ വാക്കുകൾ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചത്. എന്നാൽ അവൻ അതിലും മൂർച്ചയേറിയ രീതിയിൽ തന്നെ തിരിച്ച് എൻ്റെ നേരെ ആക്രമിച്ചു. ഇവൻ ശരിക്കും ഇതൊട്ടും തന്നെ. നിനക്കെത്ര മതി? മാറി നിൽക്ക് എൽഡർ. ആ പയ്യന് അവൻ്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ വ്യക്തമായി തന്നെ അറിയാം. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സെക്റ്റിൻ്റെ സെക്ട് ലീഡറിൻ്റെ പേരുകൊണ്ടാണ് നീ ഇപ്പം അങ്ങനെ പറഞ്ഞതെന്ന്. ആ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഞാൻ ചെയ്ത റൂഡ്നെസ്സിലും നീ ചെയ്തതിലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നിനക്കറിയോ? എന്താണ്? പവർ. ഞാൻ ചെയ്തതിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് പവറുണ്ട്. ആ ഒരു അതോറിറ്റി ഉള്ളപ്പോൾ പവർ താനെ വന്നോളും. സോ ഞാൻ ചെയ്ത റൂഡിന് പവറുണ്ട്. എന്നാൽ നീ ചെയ്തതിന് അതില്ല. മനസ്സിലായോ? സോ ചുരുക്കം പറഞ്ഞാൽ നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് നിനക്ക് തന്നെയാണ് പ്രശ്നമായി വരാൻ പോകുന്നത്. നീ ശരിക്കും ബ്രേവ് ആയിരിക്കും. പക്ഷേ നിന്റെ തല തന്നെ നിന്റെ ഈ നാക്ക് കാരണം പല സമയത്തും പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ വാക്കുകൾ ഓർത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ നേരെ തിരിഞ്ഞു നടന്നു. നമുക്ക് പോകാം. എസ് എൽഡർ എന്ന് പറഞ്ഞ് അവർ നേരെ മുന്നിലേക്ക് നടന്നു. ഇതെല്ലാം കണ്ടോണ്ട് ചെങ്മെങ് അവിടെ മിണ്ടാതിരുന്നു. അവൻ നോക്കിയപ്പോൾ എല്ലാവരും മുന്നിലേക്ക് നടക്കുകയാണ്. ആ കൂട്ടത്തിലാണ് അവിടെ സോങ് ബെക്ക് ഉണ്ടായിരുന്നത്. അവൻ നൈസി തിരിഞ്ഞ് ചെങ്മെങ്ങിനെ നോക്കി. എന്നിട്ട് അവനെ തന്നെ നോക്കി നിന്നു. പതുക്കെ ഒന്നും മിണ്ടാതെ അവൻ നിന്നിട്ട് അവൻ നൈസിൽ അവൻ്റെ തല കുനിച്ചെന്ന് കാണിച്ചു. ചെങ്മെങ് ചിരിച്ചുകൊണ്ട് അവനെ തലയാട്ടി കാണിച്ചു. അപ്പോൾ അവൻ്റെ മുഖത്തും ഒരു ചിരി പടർന്നു. പിന്നെ കണ്ടത് അവരെല്ലാവരും മുന്നിലേക്ക് നടന്നു പോയതാണ്. ഒന്നാമത് ഈ നായിൻ്റെ മക്കളെല്ലാവരും കൂടെ ഞങ്ങളുടെ സാധനങ്ങളെ കട്ടെടുത്തതിൻ്റെ ദേഷ്യമുണ്ട്. അതിലുപരി നീയൊക്കെ ഞങ്ങളുടെ സെക്ട് ലീഡറിനെ കളിയാക്കിയല്ലേ. കാര്യങ്ങളെ കുറച്ചുകൂടെ മര്യാദക്ക് തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നീയായിട്ടൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് എടാ, നിനക്കൊരു പ്രാന്താണ്. അതൊരു എൽഡറാണ്. ഒരു എൽഡറിന്റെ നേരെയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ പൊന്നോ, എന്തോ ഭാഗ്യം കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ കാലിൽ കയറി ചെങ്മിങ് ചവിട്ടി. അടുത്ത സെക്കൻഡ് വേദന കാരണം അവൻ ഉച്ചത്തിൽ കിടന്നലറി. സീനിയർ ബ്രദേഴ്സ്, ആ നായിൻ്റെ മക്കളെ എല്ലാവരെയും നിങ്ങൾ കണ്ടതല്ലേ. സോ ഇനി നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലടാ, നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സീനിയർ ബ്രദേഴ്സ് എല്ലാവരും ഇവിടേക്ക് നോക്കിയോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. ആ കാണുന്ന നായിൻ്റെ മക്കളുടെ മുമ്പിൽ നീയൊക്കെ തോൽക്കുന്ന അടുത്ത നിമിഷം നീയൊക്കെ എൻ്റെ കൈകൊണ്ട് മരണപ്പെടും. പറഞ്ഞത് കേട്ടല്ല, എൻ്റെ കൈ കൊണ്ട്. നീയൊക്കെ എവിടെ വേണമെങ്കിലും തോറ്റോ. ഇടിമിടിച്ച് നാണം കെട്ട് തലയും കുടിച്ചു വന്നോ, അതെനിക്ക് വിഷയമല്ല. പക്ഷേ സദേണടിച്ച സെക്കിലെ നായിൻ്റെ മക്കളുടെ മുമ്പിലെങ്ങാനും നീയൊക്കെ തോറ്റ നിൻ്റെയൊക്കെ മരണം അതെൻ്റെ കൈ കൊണ്ടായിരിക്കണം. അല്ലടാ, ഞങ്ങൾക്ക് അത്രയും ധൈര്യമില്ല. ഞങ്ങൾ എങ്ങനെയാണ്? എന്ത് ധൈര്യമില്ലെന്നോ? അപ്പം നിനക്കൊക്കെ എൻ്റെ കൈ കൊണ്ട് ചാകാൻ ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് തോറ്റ് കാണിച്ചതാ. ഞാൻ കാണിച്ചു തരാം എല്ലാത്തെയും എങ്ങനെയാണ് ഞാൻ കൊന്നൊടുക്കാൻ പോകുന്നതെന്ന്. നീയൊക്കെ അവിടെ തോക്കുന്ന അതേ രീതിയിൽ നിന്നെയൊക്കെ ഞാൻ കൊന്നുകളയും. പറഞ്ഞത് മനസ്സിലായോ? ഈ സമയത്ത് അവനതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ സർപ്രൈസ് ആയിട്ടാണ് അവനത് നോക്കിയിരുന്നത്. എന്ത് പറ്റിയടാ? അവൻ നിന്നെ ശരിക്കും കൺസേൺ ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. സത്യം പറഞ്ഞ ഒരു മണ്ടനെ പോലെയാണ് എനിക്ക് തോന്നിയത്.
പക്ഷേ എന്നാലും ആ അവനെ വിട്ടേക്ക്. ഇവനെപ്പോലുള്ള കീടങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അത് ചെറിയൊരു പ്രിവിലേജാണ്. അത് മൈൻഡ് ചെയ്യുന്നും വേണ്ട. പിന്നെ അവനെപ്പോലെ ഒരു കൊച്ചു പയ്യനെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? അതും പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുന്നിലേക്ക് നടന്നു. നീ വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് സമയം കഴിയുന്നിടത്ത് അവന് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. അപ്പ കൊടുക്കാം ഒരു പണി. ഹാ അതെന്തായാലും നന്നായി. അവൻ്റെ മുഖത്ത് ആ ഒരു ചിരി വാടുന്നത് എനിക്കൊന്ന് കാണണം. ഒന്നുമില്ലെങ്കിലും ഒരു ഓർത്തഡോക്സ് മാർഷൽ ആർട്ടിസ്റ്റ് അല്ലേ? അതെന്തായാലും കാണിച്ചു കൊടുക്കാം. അവരായിട്ട് തുടങ്ങിയതല്ലേ? അവരായിട്ട് തന്നെ തീർക്കട്ടെ. അത് തന്നെ. ചങ്മ്യങ്, നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.